നമ്മൾ പുഴകളെക്കുറിച്ച് ഒരു ചോദ്യം കൂടിയാകാം എന്ന് തോന്നുന്നു. കാരണം നദീ സംരക്ഷണ സമിതിയുടെ ആളാണ് ഒപ്പമുള്ള SP രവി. ശ്രീ SP രവി, അതായത് ഈ ജലസംരക്ഷണ കേന്ദ്രങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അതില്ലാതെ പോകുന്നതിൻ്റെ ദുരവസ്ഥ പറഞ്ഞു. ഈ മഴ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെ നമ്മൾ എങ്ങനെ നിലനിർത്തും എന്ന ചോദ്യത്തിന് ഏറെക്കുറെ വലിയൊരു ഉത്തരം അങ്ങ് നേരത്തെ പറയുകയും ചെയ്തു. മഴ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെ നിലനിർത്താൻ പുഴകളുടെ പങ്കെന്ത്? കൂടുതൽ വിശാലമായി ഈ പറഞ്ഞതിൽ നിന്ന് അധികമായി അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ മണൽ വാരലുമായി ബന്ധപ്പെട്ട ഒരു ഇത്, നമ്മൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് നിരവധി സൊല്യൂഷൻസ് പറയാറുണ്ട്. പക്ഷെ അതിൽ ചില ഈ പരിഹാര മാർഗങ്ങൾ അത് ശരിയായിട്ടുള്ളതായിരിക്കും, ചിലത് അങ്ങനെ ആയിരിക്കില്ല. ഈ മണൽ വാരിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഒഴിവാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരത്താനായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ പുഴകളിൽ നിന്ന് കമേഴ്ഷ്യലായിട്ട് മണൽ വ്യാപകമായിട്ട് വാരി തുടങ്ങിയത് 20-ാം നൂറ്റാണ്ടിന്റെ 4-ാം പാദത്തിലാണ്. ആ ഒരു 10-25 വർഷം കൊണ്ട് ഏതാണ്ട് എല്ലാ പുഴയിലെയും ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഒഴുകി വന്നിട്ടുള്ള മണൽ ഡെപ്പോസിറ്റ് നമ്മൾ വാരി തീർത്തിട്ടുണ്ട്. ഇപ്പോ മിക്ക പുഴകളെ സംബന്ധിച്ചും ഇടനാട്ടിൽ 3-4 മീറ്റർ സമ്മർ വാട്ടർ ടേബിൾ, വേനൽക്കാലത്തെ ജലനിരപ്പ് താഴുകയും അത് നമ്മുടെ വരൾച്ച വർദ്ധിപ്പിക്കുന്നതിന് വലിയ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഈ മണൽ വാരി മാറ്റിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം കുറയുമെന്ന് പറയുന്ന ആൾക്കാർ തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട്. നമ്മൾ പലയിടത്തും വാരി മാറ്റാൻ പറയുന്നത് ഒരു 10,000-ഓ 50,000-ഓ അല്ലെങ്കിൽ 1,00,000 ഘനമീറ്ററോ മണലൊക്കെയാണ്. പക്ഷെ നമുക്ക് ഈ വെള്ളപ്പൊക്കം വരുന്ന സമയങ്ങളിൽ ഒരു സെക്കൻഡിൽ ഒഴുകിയെത്തുന്നത് 2,000-ഉം 3,000-ഉം 5,000-ഉം, പെരിയാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2018 മാക്സിമം 9,000 ഘനമീറ്റർ ഒക്കെയാണ്. ഭാരതപ്പുഴയിൽ 5,000-ന് മേലെ വന്നിരുന്നു, ചാലക്കുടിപ്പുഴയിൽ 5,000-ന്റെ അടുത്ത് വന്നിരുന്നു. ആ രീതിയിലുള്ള വെള്ളം വരുമ്പോൾ നിങ്ങൾ ഈ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് മണൽ മാറ്റി സ്പേസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫില്ലാവാനായിട്ട് ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ മതി. ഒരു കാരണവശാലും അത് വെള്ളപ്പൊക്കം ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നില്ല. മറുവശത്ത് ഈ ഉരുൾപൊട്ടലിലൊക്കെ കല്ലും മണ്ണും ഒക്കെ ഈ വലിയ തോതിലുള്ള കല്ല് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ വന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നമാണ്. മണല് നമുക്കറിയാം, മണൽ വളരെ പോറസ് ആയിട്ടുള്ള സാധനമാണ്. അതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകുന്നതാണ്. അത് സാധാരണ നിലയ്ക്ക് അത് വെള്ളപ്പൊക്കത്തിന് ഈ എന്താ പറയുക വെള്ളപ്പൊക്കം വർദ്ധിപ്പിക്കുന്നതല്ല. പഴയ കാലത്തെ അവസ്ഥയിലേക്ക് ഒന്നും നമ്മൾ എത്തിയിട്ടില്ല എന്ന് വെച്ച് ഇപ്പൊ സുഭാഷ് സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അതായത് ഈ എന്താ പറയുക, ഇപ്പോ ഒരു പർട്ടിക്കുലർ പുഴയില് എത്രമാത്രം അതിന്റെ ഒരു ആരോഗ്യം, അതിന്റെ ഒരു ആവാസ വ്യവസ്ഥ, ഈ ആ പുഴയുടെ ഒരു ആരോഗ്യം, അതിന്റെ ഒരു അക്വാട്ടിക് ഇക്കോളജി ഉൾപ്പെടെ കണക്കാക്കിക്കൊണ്ട് നിലനിർത്താനായിട്ടുള്ള സാൻഡ് ഡെപ്പോസിറ്റ് എത്രയാണ് വേണ്ടത്, അതിന്റെ ഒരു ബെഞ്ച് മാർക്ക് എത്രയാണ്, ഇതിനെ സംബന്ധിച്ച് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിനെ കൊണ്ടിട്ടുള്ള പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനേക്കാൾ മേലെ എവിടെയെങ്കിലും മണലുണ്ട്, തീർച്ചയായിട്ടും അത് വാരി മാറ്റാം. അതുപോലെ തന്നെ അഴിമുഖത്ത് മണൽ അടിഞ്ഞ് ഈ കടലിലേക്കുള്ള ഒഴുക്ക് ബ്ലോക്ക് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പരിഗണിക്കാം, അത് തീർച്ചയായിട്ടും നോക്കാം. അപ്പൊ ഈ അല്ലാതെ ഒരു ഈ എവിടെയെങ്കിലും 2018-ലോ 2019-ലോ കുറച്ച് മണൽ ഒഴുകി വന്നു എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ വാരി തീർക്കണം എന്ന് പറയുന്നത് അത് അബദ്ധമാണ്. അത് വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നില്ല എന്ന് മാത്രമല്ല, വേനൽക്കാലത്ത് വരൾച്ച കൂടുതൽ രൂക്ഷമാക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഈ പുഴയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിന് എന്തോ പറയാനുണ്ട്. രവി സാറെ, ഒറ്റ കാര്യം, നമ്മൾ ഈ പ്രളയവുമായി ബന്ധപ്പെടുത്തി പല പുഴകളെയും നിരീക്ഷിക്കുമ്പോൾ ചില പുഴകളിൽ മണൽക്കൂനകൾ ഉണ്ടാവുകയും ആ മണൽക്കൂനകളുടെ ഒരു തടസ്സം കൂടി കൊണ്ട് തടികളും മറ്റും വരികയും പിന്നെ ഒരുപാട് പ്ലാസ്റ്റിക്, ഇതെല്ലാം നമ്മൾ ഇടുന്നതാണ്, ജനങ്ങൾ ഇടുന്നതാണ്, പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ വന്നിട്ട് ഒരു കൃത്രിമമായ ഒരു ബ്ലോക്കേജ് പല സ്ഥലത്തും ഉണ്ടാക്കാറുണ്ട്. അതിൽ പ്രൈമറി കാര്യം മണലല്ല, ശരിയാണ്, മണൽ അവിടെ ഉള്ളതാണ്, അതിൻ്റെ പുറത്ത് തടിയും ഈ പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ വരുന്നതാണ് ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലോക്കായിട്ടുള്ള പല പോയിന്റുകളും പല തോടുകളിലാണ് കൂടുതൽ വരുന്നത്, പുഴകളിലുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടുണ്ടോ എന്നറിയാനാണ്, അല്ലാതെ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതല്ല, അങ്ങയുടെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടുണ്ടോ? അല്ല, ഈ ബ്ലോക്കുകൾ പല സ്ഥലത്തും വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അത് ഈ എന്താ പറയാ, വലിയ മരങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ കല്ലും ഇതൊക്കെ വന്നിട്ട് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ വന്നിട്ട് എല്ലാം ബ്ലോക്കുകൾ പലയിടത്തും വന്നിട്ടുണ്ട്. അങ്ങനെ ബ്ലോക്കുകൾ വരുന്നത് ക്ലിയർ ചെയ്ത് തന്നെ പോകണം, അതിലൊരു തർക്കവും ഇല്ല. പക്ഷെ ആ ബ്ലോക്കുകളുടെ പേര് പറഞ്ഞിട്ട് പലപ്പോഴും ചെയ്യുന്നത് അവിടെയുള്ള മണൽ വാരി മാറ്റുകയും ഈ പറയുന്ന ഡെബ്രീസ് പലതും അവിടെ തന്നെ ബാക്കി കിടക്കുകയും ചെയ്യുന്ന
ഈ ഒരു എന്താ പറയാ അവസ്ഥ പല സ്ഥലത്തും ഉണ്ടായിട്ടുമുണ്ട്. അപ്പൊ അത് ഈ അത്തരത്തിലുള്ള ബ്ലോക്കുകൾ മാറ്റണ്ടെന്നല്ല, മറിച്ച് മണലല്ല അതിനകത്ത് പ്രധാനം എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇനി പുഴയുമായി ബന്ധപ്പെട്ട് ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ മൊത്തം ജല ആവശ്യകതയുടെ ഒരു 85%, 85% നമ്മുടെ പുഴകളിൽ നിന്ന്. നമുക്ക് ഭൂഗർഭ ജലസ്രോതസ് വളരെ കുറവാണ്. ആകെ ഒരു വർഷത്തിൽ നമുക്കൊരു 6000 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഭൂഗർഭ ജലമായിട്ട് കിട്ടുന്നത്. അത് തന്നെ കൂടുതലും നമ്മുടെ കിണറുകളിൽ നിന്നുള്ളതാണ്. ഈ കിണറുകൾ നമുക്കറിയാം പല സ്ഥലത്തും ഈ പുഴയുമായി കൂടെ ബന്ധപ്പെട്ടാണ്, പുഴയിൽ നിന്നുള്ള ഒരു എന്താ പറയാ ഭൂമിക്ക് അടിയിൽ കൂടെയുള്ള ഒരു റീചാർജ് വഴി കൂടിയാണ് പലയിടത്തും പുഴകളിലും വെള്ളം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഫ്യൂച്ചർ വാട്ടർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുഴകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്. പുഴകളുടെ പുനരുജ്ജീവനം എന്ന് പറയുന്നത് ഏറ്റവും അടിയന്തരമായിട്ട് കേരളം ഏറ്റെടുക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ചാലക്കുടി പുഴയെ സംബന്ധിച്ച് ചാലക്കുടി പുഴയ്ക്ക് സമഗ്രമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാട് മുതൽ കടൽ വരെ ഈ കേരളത്തിന്റെ അകത്തുള്ള കേട്ടോ, ഒരു 300 സ്ക്വയർ കിലോമീറ്റർ തമിഴ്നാട്ടിലുണ്ട്, ആ ഭാഗം നമുക്കിപ്പോൾ തൊടാൻ പറ്റില്ല. കേരളത്തിനകത്തുള്ള മൊത്തം ഈ കാച്ച്മെന്റ് ഏരിയ എടുത്തുകൊണ്ട് പല ഏജൻസികൾ, KFRI, CWRDM, വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഞങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ, ഇപ്പോൾ ഒരു പുഴയുടെ സംരക്ഷണം, പുനരുജ്ജീവനം, അതിന്റെ മാനേജ്മെന്റ്, ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു മോഡൽ ആവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ മറ്റു പുഴകളിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, അത് ഈ ഉയർന്ന വൃഷ്ടി പ്രദേശങ്ങളുടെ പരിസ്ഥിതി പുനഃസ്ഥാപനം ഉൾപ്പെടെ, ജല മാനേജ്മെന്റിലെ ഓരോ കാര്യങ്ങൾ ഉൾപ്പെടെ, പുഴ തീരങ്ങളുടെ സംരക്ഷണം ഉൾപ്പെടെ, മലിനീകരണ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ, അണക്കെട്ടുകളിലോട്ടാണെങ്കിൽ അതിന്റെ മാനേജ്മെന്റ്, ഇത്തരത്തിലുള്ള ഒരു ഈ പാരിസ്ഥിതിക നീരൊഴുക്ക് ഉറപ്പുവരുത്തുക, മണലിന്റെ കാര്യങ്ങൾ നോക്കുക, ഫിഷറീസിന്റെ ഒരു എന്താ പറയുക മത്സ്യ സമ്പത്ത് നിലനിർത്തുന്ന കാര്യങ്ങൾ, ഇത്തരം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് എന്താ പറയാ എല്ലാവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു സഹകരണം കിട്ടുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സ്റ്റെപ്പായി മാറും തോന്നുന്നുണ്ട്. എങ്കിലും ഈ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ നാളെ ഒരുപക്ഷെ ഒരു 10 വർഷം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുമായിരുന്നു, അത്രയും ഇപ്പോൾ വേഗം കിട്ടാത്തൊരു സാഹചര്യം കൂടെ കാണുന്നുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ എന്താ പറയുക ഗാഡ്ഗിൽ റിപ്പോർട്ടിനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത രീതി നമുക്കറിയാം. അപ്പൊ അങ്ങനെ അല്ലാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട്, വെള്ളപ്പൊക്കവും വരൾച്ചയും നമ്മൾ ഒരുമിച്ച് തന്നെ കാണാം. ഒരു ഇപ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവന്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അത് ഹൈഡ്രോ ക്ലൈമാറ്റിക് ഇവന്റ്സ് ആണ്. ഒരു ജല കാലാവസ്ഥാ ദുരന്തങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അത് ഒരു വശത്ത് എന്താ പറയാ ഒരു കൊടുങ്കാറ്റും അല്ലെങ്കിൽ അതിതീവ്രമായിട്ടുള്ള മഴയും വെള്ളപ്പൊക്കവുമാണ് എന്നുണ്ടെങ്കിൽ, മറുവശത്ത് അതിരൂക്ഷമായിട്ടുള്ള വരൾച്ചയാണ്. അടുത്ത വേനലിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഫേസ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പൊ ഇത് രണ്ടിനെയും കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള പ്ലാനുകൾ നമുക്കുണ്ടാവണം. ആ പ്ലാന് ഉണ്ടാക്കാൻ പറ്റാത്തതൊന്നുമല്ല. നമുക്ക് എന്താ പറയാ ഒരു 100% വെള്ളപ്പൊക്കം ഒഴിവാക്കുക എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് പ്രായോഗികമാവില്ല. അതിന്റെ ഒരു എന്താ പറയാ ഒരു ലിവിങ് വിത്ത് ദ ഫ്ലഡ്, അതിന്റെ ഒരു റെസിലിയൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മറുവശത്ത് പക്ഷേ സാധ്യത എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമോ അത് ചെയ്യാനുള്ളതും ഒരു എന്താ പറയുക 2018 പോലും പരമാവധി വാട്ടർ ലെവൽ വന്നതിന് ഒരു പക്ഷെ പലയിടത്തും 1-2 മീറ്റർ താഴ്ത്താൻ മുൻകൂട്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. മുന്നറിയിപ്പുകൾ കൃത്യമായിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇത്ര വർഷമായി ഇപ്പോഴും ഓരോ പ്രദേശത്ത് ഇപ്പൊ നമുക്ക് മിക്കവാറും ആളുകൾക്ക് അറിയാം ആദ്യം വെള്ളം കയറുന്നത് എവിടെയാണ്, അടുത്ത സ്റ്റെപ്പിൽ വെള്ളം കയറുന്നത് എവിടെയാണ്. ആ ആളുകൾക്ക് ആദ്യം കയറുന്ന സ്ഥലത്തെ ആളുകൾക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ആയിട്ട് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ അണക്കെട്ടുകളുള്ള പുഴയിൽ, ഒന്നിൽ കൂടുതൽ അണക്കെട്ടുകളുള്ള പുഴയിൽ, ഓരോ അണക്കെട്ടിനും നമ്മൾ റൂൾ കർവ് ഉണ്ടാക്കുന്നുണ്ട്. വലുതിന് മാത്രമേ ഉള്ളൂ കേട്ടോ, ചെറുതിന് ഇപ്പോഴും നമ്മളത് കണക്കാക്കുന്നില്ല. പക്ഷേ ഇപ്പൊ പമ്പയിലായാലും പെരിയാറിലായാലും ഭാരതപ്പുഴയായാലും ചാലക്കുടി പുഴയായാലും കൂടുതൽ അണക്കെട്ടുകളുണ്ട്. 5, 6, 8, 10 അതിൽ കൂടുതലും അണക്കെട്ടുകളുണ്ട്. ഇതിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് റിസർവോയർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്ര വർഷങ്ങളായിട്ട് ഇത് അധികൃതരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് ഒരു പുഴയിലും അത്തരത്തിലുള്ള ഒരു ഇന്റർഗ്രേറ്റഡ് റിസർവോയർ മാനേജ്മെന്റ് പ്ലാൻ വന്നിട്ടില്ല. അപ്പൊ പെരിയാറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂതത്താൻ കെട്ടിനെ ബേസ് ചെയ്തുകൊണ്ട്, കാരണം ഭൂതത്താൻ കെട്ടിൽ നിന്ന് താഴേക്ക് എത്ര വെള്ളം വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്.
അപ്പൊ ഭൂതത്താങ്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൽ സോഴ്സുകൾ നമുക്ക് കണക്കാക്കാൻ പറ്റും, അണക്കെട്ടുകളും അല്ലാത്തതും. എന്നിട്ട് അവിടെ നിന്ന് പരമാവധി ഇത്ര ഇതിൽ നമുക്ക് നിർത്താൻ പറ്റണം. അതിനനുസരിച്ചുള്ള പ്ലാനാണ് വേണ്ടത്. ചാലക്കുടി പുഴയാണെങ്കിൽ പെരിങ്ങൽകുത്തിലാണ്. അങ്ങനെ ഓരോ പുഴയിലും അത്തരത്തിലുള്ള കൂടുതൽ അണക്കെട്ടുള്ള പുഴയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ശരി ശരി.